ഉക്രൈൻ റഷ്യയെ വളരെ ശക്തമായ രീതിയിൽ ആക്രമിക്കുന്നു എന്ന് വാർത്ത വരുമ്പോൾ മറ്റൊരു വലിയ വാർത്തയാണ് ഉക്രൈനെ പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളെ ഞെട്ടിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് നടത്തിയ ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അവർ പറയുന്നത് നാറ്റോ സൈനിക താവളങ്ങളിൽ മാസങ്ങളോളം റഷ്യ നിരീക്ഷണം നടത്തിയിരുന്നു. ഡ്രോൺ നിരീക്ഷണമാണ് നടത്തിയിരുന്നത്. 2024 ഓഗസ്റ്റിനും 2026 ഫെബ്രുവരിക്കും ഇടയിൽ ആണ് അമേരിക്കയുടെ B61-12 ഗ്രാവിറ്റി ബോംബുകൾ സൂക്ഷിക്കുന്ന ആണവ കേന്ദ്രങ്ങൾ, ഫ്രാൻസിന്റെ IL ലോഗിലെ ബാലിസ്റ്റിക് മിസൈൽ താവളങ്ങൾ, ഒപ്പം തന്നെ അന്തർവാഹിനി താവളം, ജർമ്മനിയിലെ റാംസ്റ്റൈൻ എയർബേസ്, UK ബ്രിട്ടനിലെ റാഫ്, അതുപോലെ തന്നെ ലേക്കൻ ഹീത്ത്, ഫയർഫോർഡ് തുടങ്ങിയ ഫൈൽസ്റ്റൽ തുടങ്ങിയ ഇടങ്ങളിലെ ഈ വ്യോമത്താവളങ്ങളെല്ലാം തന്നെ ഈ റഷ്യയുടെ ഡ്രോണുകൾ പകർത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്ന കാര്യം. അതിനായി റഷ്യ ഉപയോഗിച്ചത് റഷ്യയുടെ തന്നെ 1300ഓളം ഷാഡോ ഫ്ലീറ്റുകളുണ്ട്. നമുക്കറിയാം, ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ കള്ളക്കടത്തും മറ്റും നടത്താനായിട്ട് ഉപയോഗിക്കുന്ന കള്ളക്കപ്പലുകളാണ്. അത്തരം കപ്പലുകളിലെ GPS സംവിധാനവും മറ്റു സംവിധാനങ്ങളും എല്ലാം ഓഫ് ചെയ്ത് ഈ കപ്പലുകളിൽ നിന്നാണ് ഈ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയിൽ നിന്ന് തന്നെ ഈ ഡ്രോണുകൾ വിക്ഷേപിക്കുകയും ഈ രഹസ്യ നീക്കങ്ങൾ നടത്തുകയും ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് ഇവരുടെ ഈ സൈനിക താവളത്തിന്റെ മറ്റും ചിത്രവും മറ്റും പകർത്തുകയുമാണ് ഇത് ചെയ്തിരുന്നത്. ഇതിൽ നാറ്റോ രാജ്യങ്ങളുടെ ആശങ്ക, നമ്മളിപ്പോൾ റഷ്യക്കെതിരെ വളരെ പഴക്കം ചെന്ന വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ റഷ്യ അതിനേക്കാൾ വളരെ ബഹുദൂരം മുൻപിലേക്ക് പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അവർ ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സൈനിക താവളങ്ങളും നമ്മുടെ രഹസ്യങ്ങളും ചോർത്തുമ്പോൾ നമുക്കവയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നൊരു വലിയ സന്ദേശം കൂടി ഇത് നൽകുന്നു. ഏതായാലും നാറ്റോ രാജ്യങ്ങൾ വലിയ കരുതലിലാണ്. കാരണം റഷ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ റഷ്യക്ക് ചില മുൻവിധികൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ റഷ്യക്ക് ചില കണക്കൂട്ടൽ ഉണ്ടാകാം. ആ കണക്കൂട്ടൽ നാറ്റോ രാജ്യങ്ങൾ ഏതെങ്കിലും ഒന്നിനെ ആക്രമിക്കുക എന്നാണോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ നാറ്റോ രാജ്യങ്ങളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും എന്ന് പരിശോധിക്കുകയാണോ എന്നറിയില്ല. ഏതായാലും നാറ്റോ രാജ്യങ്ങളെ കഴിഞ്ഞ കുറെ മാസങ്ങളായി റഷ്യൻ ഈ ഡ്രോണുകൾ രഹസ്യങ്ങൾ ചോർത്തി എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.